ചേട്ടാ നമ്മൾ എയർപോർട്ടിൽ എത്തിയല്ലോ. ഇനി എന്ത് ചെയ്യണം നമ്മള്? നമുക്കാണെങ്കിൽ ഒരു ഹോട്ടലിൽ പോയി റൂം എടുക്കാം. എന്നിട്ട് നമുക്ക് നാളെ കടലിലൊക്കെ പോവാം. അപ്പം എല്ലാവർക്കും എയർപോർട്ടിന്റെ പുറത്തിറങ്ങാം. ആ കേറും മക്കളെ, ഇടയ്ക്കോട്ടോ. അതെ ചേട്ടാ, ഒരു ടാക്സി എടുക്കാം. നമുക്ക് ഈ ടാക്സിക്കകത്ത് കയറി ഹോട്ടലിൽ പോവാം. ചേട്ടാ ചേട്ടാ, ഈ ടാക്സി ഓടിക്കുന്ന ആളാണോ? അതെ, നിങ്ങളത് അങ്ങോട്ട് പോകാനാ. ചേട്ടൻ ഞങ്ങളെ ആണെങ്കിൽ ഒരു ഹോട്ടലിൽ കൊണ്ടുവിട്. ഫാമിലി റെസ്റ്റോറൻ്റ് ആണോ അതോ സ്റ്റേ ഹോട്ടലാണോ? താമസിക്കുന്ന ഹോട്ടല്. എല്ലാവരും കയറിക്കോ. എല്ലാവരും കയറിയല്ലോ, വണ്ടി വിട്ടേ. വിട്ടോ വിട്ടോ. കണ്ടു മക്കളെ. അച്ഛന് ഭയങ്കര വ്യൂ ഉണ്ട്. അച്ഛൻ ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നേ, ഞങ്ങളെല്ലാരും ബാക്കിലും. ഇപ്പൊ എത്തും മക്കളെ. നമ്മള് ഹോട്ടലിലോട്ടല്ലേ ഇന്ന്. ഇവിടെ അടുത്ത ഹോട്ടലിൽ കൊണ്ടുവിടാൻ പറഞ്ഞേ. ശരി, ഞാൻ ഇരുന്നോളാം. ഇനി പറഞ്ഞു, നമുക്കാണെങ്കിൽ അപ്പുറത്ത് പോയാലോ, അവിടെ നല്ല രസമുണ്ട്. ശരി, നിന്റെ അമ്മേനെ കൂടെ ചെന്നിട്ട് പറ. അമ്മ, ഞങ്ങളാണെങ്കിൽ അപ്പുറത്ത് വരെ പോയിട്ട് വരട്ടെ. പൊക്കോ, പക്ഷെ കുട്ടികളെ നോക്കണേ. ശരി അമ്മേ. അമ്മ ആ കാര്യത്തിൽ ഒരിക്കലും പേടിക്കണ്ട. ഞങ്ങൾ നല്ല സേഫ് ആയിട്ട് കുട്ടികളെ നോക്കിയോളാം. എന്നാ പോണേ. ശരി. നല്ല രസമായിട്ടുണ്ട് ഈ സ്ഥലം. ഒരു കൊച്ചിനെ അങ്ങനെ കെട്ടി ഇത് ഒറ്റ കേൾക്കുക. ഇതിനെ ഇന്ന് പിടിച്ചോണ്ട് പോവാ. മോനെ മോനിത് എന്റെ ഇരിക്കുന്ന മുട്ടായി വേണോ? എന്നാ മോനെ, എന്തായാലും വിജയിച്ച് ഈ ചെറുക്കം ബോധം കെട്ടി. ഞാൻ പ്രതീക്ഷിച്ച പോലെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് ചെറുക്കനെ എടുത്തോണ്ട് പോവാ. ബോസ് എനിക്ക് എപ്പോൾ തരുന്ന പോലത്തെ പൈസ ഇല്ലാതെ ഇന്ന് കുറെ പൈസ തരുമായിരിക്കും. ഞാനൊരു പൊളിക്കും. ഇതെന്തൊരു കാലം ചെറുക്കന്. അങ്ങനെ മുക്കിക്കൊണ്ട് കാറിൻ്റെ തൊട്ട് പെട്ടെന്ന് പോട്ടെ. ആരെങ്കിലും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആരാണ്ട് വരുന്നുണ്ട്, പെട്ടെന്ന് പോട്ടെ. എന്തായാലും ഇത് എടുത്തേക്കാം. വല്ല ക്ലൂ എല്ലാം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂട്ടുന്ന രക്ഷിക്കേ. ഞങ്ങളാണെങ്കിലേ ഭംഗിയുള്ള സ്ഥലത്ത് നിന്നിട്ടേ കുട്ടൂനെ അവിടെ നിർത്തിട്ട് ഞങ്ങൾ എൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ പോയി. പിന്നെ തിരിച്ചു വന്നോക്കിയപ്പോ കുട്ടൂനെ കാണുന്നില്ല. കുട്ടൂനെ കാണാനില്ലെന്ന്. പിന്നെ നിങ്ങളുടെ കളത്തരാന്ന് എനിക്കറിയാം. മര്യാദ കുട്ടി കടന്ന് പറഞ്ഞേ. സത്യമായിട്ട് അമ്മ വേണമെങ്കിൽ പാറുവിനോട് ചോദിച്ചു നോക്ക്. ആണോ പാറു, കുട്ടീനെ കാണാനില്ലേ? അതെ ആന്റി, കുട്ടൂനെ കാണാനില്ല. നീ എന്തിനാ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയതാ? കുട്ടീനെ നിർത്തിട്ടല്ലേ? അവനെ കൊണ്ടുപോകുന്നില്ലായിരുന്നോ? ഇവളും തട്ടുകാരിയാ. ഇവളും എന്നോട് വന്ന്. അല്ലെങ്കിൽ ഇവൾക്ക് അവിടെ നിൽക്കത്തില്ലായിരുന്നു. നിന്നെയല്ലേ ഞാൻ ഏൽപ്പിച്ചേ, അല്ല പാറുന്നല്ലേ ഏൽപ്പിച്ചേ. അപ്പൊ നീ എന്നെ തട്ടുകാരി, വേറെ ആരും ഇല്ല. ദേശായിട്ട് നിങ്ങളുടെ മോളാണെങ്കിൽ നിങ്ങളുടെ മോനെ കൊണ്ട് കളഞ്ഞു. എന്താ നീ പറയുന്നത്? കുട്ടീനെ കാണാനില്ല, ഞാനവിടെ പോയി. ഈ നിൽക്കുന്ന നിങ്ങളുടെ മോളാണെങ്കിലേ കുട്ടീനെ കൊണ്ട് കളഞ്ഞത്. എന്റെ ഭഗവാൻ, ഇനി ആ കൊച്ചിനെ പോയി അവിടെ തപ്പും. ആന്റി, എന്റെ കയ്യിലാണെങ്കിൽ ഒരു കോൽമുട്ടായി. അല്ല, കോൽമുട്ടായി എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ ഐസ്ക്രീം അല്ലേ വാങ്ങിക്കാൻ പോയെ? ആന്റി, ഈ ഇങ്ങനെയാണ് പോയി കണ്ടാണെങ്കിലേ ഞാനാണെങ്കിൽ ഐസ്ക്രീം കൊണ്ട് വരുമായിരുന്നു. ആ സമയത്താണെങ്കിലേ താഴെയാണെങ്കിൽ കോൽമുട്ടായി ഇറക്കുമായിരുന്നു. കുട്ടൂന് ഞങ്ങൾ നിർത്തിയിട്ട് പോയ സ്ഥലം ഇത് തന്നെയായിരുന്നു. കുട്ടൂനെ കാണുന്നില്ല. ഇപ്പൊ തന്നെ അതിന്റെ വരുന്നുണ്ട് ഈ ലോലിപോപ്പ് അടക്കേണ്ടത്. ഈ ലോലിപോപ്പിന് എന്താണ് വല്ലാതെ രീതിയിൽ മണക്കുന്നുണ്ട്. അങ്കിള് പോലീസില്ല, അങ്കിളിന് ഇതൊക്കെ അന്വേഷിക്കാൻ പറ്റുമല്ലോ. എന്നാ മോളെ മുട്ടായി എന്നെ തന്നു നോക്കട്ടെ, ഞാനൊന്ന് മണത്ത് നോക്കട്ടെ. എനിക്ക് ഇങ്ങനത്തെ കുറെ കേസുകൾ വന്നിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ മയക്കുമരുന്ന് മുട്ടായിക്കകത്ത് വെച്ച് കൊടുത്തിട്ട് പിള്ളേർ ഇന്ന് മയക്കി എടുത്തോണ്ട് പോകും. ആ മണം തന്നെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത് അതേ മണം തന്നെ. എനിക്ക് എപ്പോക്കിൽ വരാനുള്ള കേസിന്റെ മണം തന്നെ ഇത്. ഓരോ പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കോലുമുട്ടായി ഇട്ടേക്കും. എനിക്ക് അതേ മണം തന്നെ ഇത്. ചേട്ടാ, നിങ്ങൾ പോലീസ്
വിളിച്ചിട്ട് വാ. എടി ഞാൻ കേരളത്തിലെ മാത്രം പോലീസ്, അല്ലാതെ ലക്ഷദ്വീപിലെ പോലീസ് അല്ലേ ഞാൻ. ഇവിടെ ഞാൻ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രം, അല്ലാതെ പോലീസൊന്നുമല്ല. ഇവിടുത്തെ ലക്ഷദ്വീപിലെ പോലീസുകാർക്ക് നമുക്ക് കൊണ്ട് വിവരം അറിയിക്കാം. പെട്ടെന്ന് നടക്ക്. ഇന്ന് എനിക്ക് ബോസ് കുറെ പൈസ തരും. ഇത്ര നാളത്തെ പൈസ കൊണ്ട് കൂട്ടുവെച്ച് എനിക്ക് പൈസ കൊണ്ട് തന്നെ അടിക്കടിക്ക് ഒരു വീടുണ്ടാക്കണം. എൻ്റെ വലിയൊരു ആഗ്രഹം. ഈ ചെറുക്കനെ കൂടെ കൊടുത്താൽ നല്ല പൈസ തരുമായിരിക്കും ബോസ്. ഇപ്പൊ കുറെ അധികം ദിവസമായി പിള്ളേരെ കിട്ടിയിട്ട്. വേറെ അവന്മാരെയൊക്കെ പറഞ്ഞു വിട്ടാലും കിട്ടുന്നില്ല. ഇവ ചെറുക്കനെ കിട്ടുമെന്ന് എനിക്കിന്ന് കുറെ പൈസ തരും. ഞാൻ രക്ഷപ്പെട്ടേ. എന്റെ സ്ഥലം എത്തി. ഇനി ഇറങ്ങട്ടെ. ബോസിനെ കൊണ്ട് ചെറുക്കനെ കാണിക്കണം. ഇന്നെങ്കിലും ഒരാളെങ്കിലും കിട്ടിയോടാ? ദേ ബോസ്, എന്റെ ഒരു കൊച്ചു പയ്യനെ ഇരിക്കുന്നുണ്ടാ? ആഹാ, ഒരാളെ കിട്ടിയോ അപ്പം? അപ്പൊ നിനക്ക് ഞാനിന്ന് 30,000 രൂപ കൂട്ടി തരണം നിനക്ക്. സാറിന് എല്ലാ പ്രാവശ്യവും കൊച്ചുകളൊക്കെ നിനക്ക് കിട്ടുമ്പോ 40,000 രൂപയല്ലേ ഞാൻ തരുന്നേ. ഈ പ്രാവശ്യം നിനക്ക് ഞാൻ 70,000 രൂപ തരാം. താങ്ക് യു ബോസ്. വെൽ ഡൺ മൈ ബോയ്. നീ ആണെങ്കിൽ തന്നെ ഇവിടെ ഇങ്ങോട്ട് കെട്ടിയിട്ടേക്ക്. ഈ ചെറുക്ക എഴുന്നേക്കുമ്പോ ഇവന്റെ വീട്ടുകാരുടെ നമ്പർ വാങ്ങിച്ചിട്ട് 5 ലക്ഷം രൂപ ചോദിക്കണം എനിക്ക് അവരോട്. ശരി ബോസ്. ഞാനൊന്ന് ഇപ്പൊ വരാവേ. ഞാൻ വിശക്കൊന്ന് കഴിച്ചിട്ട് വരണമല്ലോ. മണ്ടൻ ചെറുക്കൻ, ഞാൻ കൊടുത്ത ലോലിപോപ്പ് തിന്നിട്ട് വന്ന് ഇരിക്കുന്ന കണ്ടല്ലേ. ഇനി കെട്ടിയിടട്ടെ ഇതിനെ. അങ്ങനെ ഈ ചെറുക്കനെ കെട്ടിയിട്ട് ഇനി ഞാൻ പോട്ടെ. ദേടാ ചെറുക്ക എഴുന്നേറ്റ്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഈ ചെറുക്കനോട് വീട്ടുകാരുടെ നമ്പർ ചോദിക്കും. കുറച്ച് ഓർമ്മ വരട്ടെ ഈ ചെറുക്കന്. കുറച്ച് കഴിയുമ്പോ ഇതിന് ഓർമ്മ വരുമായിരിക്കും വീട്ടുകാരുടെ നമ്പര്. എടാ, നീ ആളെ കെട്ടഴിച്ചിട്ടേ ഒരു കുപ്പി വെള്ളം കൊടുക്ക്. വെള്ളം അല്ലാതെ വേറൊന്നും കൊടുക്കണ്ട. അല്ലെങ്കിൽ ഈ ചെറുക്കനാണെങ്കിലേ നമ്പരൊന്നും പറയത്തില്ല. വിശന്ന് പട്ടിണി കിടുമ്പോഴേ നമ്പർ പറയുമ്പം നമുക്ക് ഈ ചെറുക്കന് കഴിക്കാൻ കൊടുക്കാം. ശരി ബോസ്. നീ എന്നാലേ ഒരു കുപ്പി വെള്ളം എടുത്ത് ഈ ചെറുക്കന് കൊടുക്ക്. ഞാനൊന്ന് ഉറങ്ങട്ടെ, രാത്രിയായി. ശരി ബോസ്. എന്നാ പിടിച്ചു വെച്ചേ വെള്ളം. കുറച്ച് കഴിഞ്ഞിട്ട് തരാണോ വെച്ചേ. ഇപ്പൊ നീ വെള്ളം കുടിച്ചോണ്ടിരിക്കണ. പെട്ടെന്ന് കുടിക്കാർക്കാ. എനിക്ക് പോയിട്ട് കിടന്ന് ഉറങ്ങണേ. നീ താഴെ ഇറക്കാം കുപ്പി. മിണ്ടാതി ഇറക്കാം അവിടെ. ഞാൻ പോയി ഇവിടെങ്കിലും കിടന്ന് ഒച്ച ബഹളം നല്ല വെച്ചാലേ അടിച്ച് ശരിയാക്കും ഞാൻ പറഞ്ഞത്. കേട്ടോ വെച്ചേ. കത്തിയിട്ട് കഥ വെട്ടിപ്പൊളിച്ചു ഒറ്റ ഓട്ടോടാ. അല്ല മോനെ അവിടുന്ന് വരുന്നയാ? ഞാൻ മലയാളം. ഞാനും കേരളത്തിൽ നിന്ന് വരുന്ന ആളാ. അല്ല മോൻ എന്താണ്ട് ഹെൽപ്പ് വെച്ചില്ല, എന്തോ പറ. മോന്റെ പേരെന്തുവാ? പൂജ്യം 66 71 0 98 185
ആ എന്നാ മോനെ നമ്പർ പിടിച്ചോ. അത് നിങ്ങളുടെ കുട്ടു എന്ന് പറഞ്ഞ ഒരു മോനെ കാണാതായിരുന്നോ? അവനാണ് ഇപ്പൊ എൻ്റെ അടുത്തുണ്ട്. അവനാണെങ്കിലേ അവന്റെ പോക്കറ്റിന്റെ അകത്തുള്ള നമ്പർ ആണെങ്കിലേ എൻ്റെ അടുത്ത് തന്നു. ഞാനാണെങ്കിലേ ആ നമ്പർ ഫോണിൽ അടിച്ച് നിങ്ങളെ വിളിച്ചേ. എന്നാ മോനെ എന്റെ അമ്മ സംസാരിക്കുന്നത്. എന്താ മോനെ? ഈ സ്ഥലത്തിന്റെ ഒരു തായിഫ് കരീബിൻ. അല്ല മോൻ പറഞ്ഞില്ല മോന്റെ വീട് കേരളത്തിലാന്ന്. ഏത് സ്ഥലത്താ? ആ അങ്ങളുടെ വീടും തിരുവനന്തപുരത്തിന്റെ അടുത്താ, കൊല്ലം ജില്ല എന്ന് പറഞ്ഞേ. കേട്ടിട്ടുണ്ടോ?